മീൻകറി വെക്കാൻ പോവുകയാണ്. ഇത് കൊഴിചാളയെന്നും പറയും, അയിലക്കണ്ണി എന്നും പറയും. ഇനി ഇതിന് ചേർക്കേണ്ട സാധനങ്ങളാണ് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് ഇച്ചിരി തേങ്ങ. ഞങ്ങൾ കൊല്ലം സൈഡിൽ ഇച്ചിരി തേങ്ങ മിക്ക മീൻകറികൾക്കും അരച്ചു ചേർക്കും. കരിയാപ്പല, വടക്കംപുളി, കൊടംപുളി എന്നും പറയും. ഇനി ഇതിന് ചേർക്കേണ്ട മസാലകൾ: 2 സ്പൂൺ മുളക് പൊടി. ഇത് എരിയനും പിരിയനും കൂടെ ചേർത്ത മുളക് പൊടിയാണ്. മല്ലിപ്പൊടി അധികം ചേർക്കണ്ട. 1/2 സ്പൂണോളം മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി ചേർക്കണം. അത് നമ്മൾ മീനൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിനി എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചത്. എണ്ണ ചൂടായതിനു ശേഷം ഇച്ചിരി കടുക് ഇടാം. അതിനകത്ത് കടുക് ചൂടായി നമുക്കിനി ഓരോരോ ഇത് ഇടാം. ഉള്ളി ഇടാം ആദ്യം. ഇനി ഇഞ്ചി ഇടാം, വെളുത്തുള്ളി ഇടാം. അത് ഒരുമാതിരി വഴണ്ടു വന്നു. കരിയാപ്പില ചേർക്കാം. ഇനി ബാക്കി മസാലകൾ ഓരോന്നായിട്ടിടാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ചെറിയ ഇതിലൊന്നാക്കാം. ഒത്തിരി അങ്ങ് കരിച്ച് കളയരുത്. മസാലയുടെ പച്ചമണം ഒന്ന് മാറട്ടെ. നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. മീൻ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച്. ആവശ്യത്തിന് ഉപ്പ്. മീന് ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ വേണം. അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1 സ്പൂണോളം ഉപ്പ് ഇട്ടു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. മാറ്റി വെച്ചിരുന്ന പുളി ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇത് 3 പുളി എടുത്തതാ. കൊച്ചു കൊച്ചായിട്ട് ആക്കി വെച്ചതാ. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. തിളച്ചു. ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീന് ഇവിടെ ഞങ്ങളെ മീൻകാരനെല്ലാം കട്ട് ചെയ്ത് തരും. മീൻ തിളച്ച് നമുക്ക് ഇച്ചിരി ഉലുവാപ്പൊടി അതിലിട്ട് കൊടുക്കാം. ചെയ്യുന്ന വെച്ചാൽ 1/2 സ്പൂൺ പോലും വേണ്ട. അതിൻ്റെ ഇത്രയും ഉലുവാപ്പൊടി അതിനകത്ത് ഇട്ട് കൊടുക്കുക. പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചേക്കുന്ന ഈ തേങ്ങ ഇതിനകത്തോട്ട് അരച്ച് ചേർക്കാം. ഞാൻ തേങ്ങ അരച്ചുകൊണ്ട് വരട്ടെ. വെച്ചേക്കുന്ന തേങ്ങ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മളെ മീൻകറി തയ്യാറായി. ലാസ്റ്റ് ഇച്ചിരി കരിയാപ്പിലയും ഇട്ട് ശകലം പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മളുടെ തേങ്ങ അരച്ച മീൻകറി തയ്യാർ.